ഹലോ കേസ്, അസ്സാം വലൈക്കും. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം. അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും, കുറേ ദിവസങ്ങളിലായിട്ട് ഡെയിലി പ്രശ്നങ്ങളാണ്. ഒരു അപകടം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ദുൽമായിട്ട് ഓരോ ഡെയിലി പ്രശ്നങ്ങൾ, ഈ പ്രശ്നങ്ങളൊന്നും തീരണില്ല. അപ്പോൾ ഒരു അപകടം കഴിഞ്ഞാൽ അടുത്ത പ്രശ്നങ്ങൾ, ഒന്ന് കഴിഞ്ഞാൽ ഒന്ന്. അപ്പോൾ ഇങ്ങനെ ആ പെരക്കാരൊക്കെ ഇങ്ങനെ പറയാണ്, എനിക്കാരോ സീർ ചെയ്തിന് കേട്ടോ, എനിക്കാരോ കൂടോത്രം ചെയ്തിന് എന്നൊക്കെ പറയും. അപ്പോൾ എനിക്കും ഇങ്ങനെ തോന്നുകയാണ്, എനിക്കാരോ കൂടോത്രം ചെയ്തിന് കേട്ടോ. അപ്പോൾ ഒന്ന് വെച്ചുത്തി കഴിഞ്ഞാലും പഠിച്ചോനെ എനിക്ക് കൂടോത്രം ചെയ്തിട്ട് തന്നെ ഇക്കാരം ഇങ്ങനെ ഉണ്ടാവണ്ടേ എന്നൊക്കെ വിചാരിക്കുക നമ്മൾ. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ, നാട്ടിൽ ഇപ്പോൾ ഈ കൊറോണ സമയമൊക്കെ കഴിഞ്ഞ ശേഷം ഒരുപാട് ആളുകൾ അങ്ങന്മാരെ കുറ്റം പറഞ്ഞല്ല കേട്ടോ, ഒരുപാട് മൂല്യന്മാർ, ഒരുപാട് ജ്യോത്സ്യന്മാർ ഇനിയിപ്പോൾ എല്ലാവരെയും ഒന്ന് സെറ്റാക്കുകയാണ്. ഇപ്പോൾ ഒരാളെ മാത്രം പറഞ്ഞാൽ മറ്റേ ആൾക്ക് ചിലപ്പോൾ വേദന തോന്നിയാലോ എന്നായിരിക്കും. നല്ല തങ്ങന്മാർ ഒരുപാട്, പാണക്കാട് തങ്ങന്മാരൊക്കെ നല്ല തങ്ങന്മാർ, നല്ല രീതിയിലുള്ള തങ്ങന്മാരാട്ടോ. ഓല് നമ്മളങ്ങനെ ഉള്ള ഓരോ പ്രശ്നങ്ങൾക്കും ഓരോ അൽക്കുത്സവം ഉണ്ടാക്കുന്ന ആൾക്കാരല്ല. ഞാൻ പറയുന്നത് പുതിയതായിട്ട് വരുന്ന, അപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും ആരെയാണ് നമ്മൾ പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ആളുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യങ്ങളെ വെച്ചാൽ നമ്മളെ നാട്ടിലുള്ള ഈ പെണ്ണുങ്ങളാണ് കൂടുതലും ഇതിൽ പോയി പെടുന്നത്, ഇങ്ങനത്തെ ഓരോ വിഷയങ്ങളിലൊക്കെ പോയി പെടുന്നത്. ഇങ്ങനെ ഓരോ വീട്ടിലോരോ പ്രശ്നങ്ങൾ ഉണ്ടാവും, ഇവരുടെ അടുത്ത് എത്തിപ്പെടും. ഇവർ വീണ്ടും നമ്മളോരോ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ എടുത്ത് ചാടും. അപ്പോൾ ഈ കൂടോത്രമൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ കോഴിമുട്ട, കോഴിത്തല, ചോര, വെറ്റില അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് പഴയ കാലത്ത് നിന്നേ പിന്തുടരുന്നത്. അതാണ് നിൽക്കുന്നത്. പിന്നെ കുറേ എഴുത്തുകൾ, മറ്റേ എന്താണ് ഏലസ്, അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ഇതിന് എടുക്കണമെന്ന് എൻ്റെ അഭിപ്രായത്തിൽ. ഇപ്പം പുതിയ ന്യൂ ജനറേഷനായിട്ട് എന്തെങ്കിലും വന്നണമെന്ന് അതും അറിയില്ല. അപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ ചെയ്യുമ്പോഴേ ഇപ്പോൾ ഈ ചെയ്യുന്ന ആൾക്കാർ നമ്മൾ ആർക്കാണോ ഈ കൂടോത്രം ചെയ്യുന്നത് ഓൽക്കും കൂടി ഇതിന് വിശ്വാസം വേണം. അങ്ങനെ വിശ്വാസമില്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ ആ പൈസ പോയി കിട്ടും. കാരണം ഈ കൂടോത്രം ചെയ്തപോലെ ചിലപ്പോൾ കോഴിമുട്ട പൊട്ടിച്ച് മറ്റേ ഓംപ്ലേറ്റൊക്കെ അടിച്ച് തിന്നു കഴിഞ്ഞാൽ കായ് പോയി കിട്ടും. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത് വിശ്വാസമില്ലാത്ത ആൾക്കാർക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ഇതിപ്പോൾ ആര് ചെയ്താലും ഇപ്പോൾ നമ്മൾ കായ് മുടക്കി തങ്ങന്മാരുടെ അടുത്തേക്ക് പോകണമെന്നൊന്നുമില്ല. ഒരു കോഴിമുട്ടമ്മ പലതും എഴുതിയാണ്ട് പേരൻ്റെ വിറ്റത്തിട്ട് അവർക്ക് തോന്നും എനിക്ക് ഇനിയിപ്പോൾ ഈ വെച്ചുത്തിയതും ഒന്ന് തടഞ്ഞു വീണതും ഇതൊക്കെ ഈ ഒന്ന് പനിച്ചതും ഈ കൂടോത്രം ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു. അങ്ങനെ ഈ പൈസക്കാരായിട്ടുള്ള ആളുകളൊക്കെ വെറുതെ ഒന്ന് തളരും. അതാണ് ഈ കൂടോത്രം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളെ നാട്ടിലുള്ള ഒരുപാട് പെണ്ണുങ്ങളായിട്ട് പ്രത്യേകിച്ച് ഇനി പറഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് ദേഷ്യം തോന്നുന്നുണ്ട്. ഒരുപാട് ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ആയിട്ടുള്ള ആളുകൾ ഇങ്ങനെ ഒരുപാട് ആളുകളെ വളർത്തിക്കൊണ്ടുവരുന്നുണ്ട്. ചില ആളുകളുണ്ട് കേട്ടോ ഇതിനായിട്ട് നടക്കണ, അതായത് ഇതിൻ്റെതായിട്ട് പഠിച്ച ആളുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. മോട്ടിവേഷൻ കൊടുത്ത് ആൾക്കാർക്ക് ഒരു എലസൊക്കെ കെട്ടി കൊടുത്ത് ഇങ്ങനെ നന്നായി രീതിക്കാണ്. പൈസയൊന്നും വാങ്ങാതെ, പൈസ ഇനി വാങ്ങുകയാണെങ്കിലും ഒരു 100 200 ഒരു ചെറിയ സംഖ്യകളൊക്കെ വാങ്ങുന്ന ഒരുപാട് ആളുകളൊക്കെ ഉണ്ട്. പിന്നെ കുറേ പൈസ വാങ്ങിയിട്ട് ആളെ പറ്റിച്ചിരുന്ന ആൾക്കാരുണ്ട്. ഇവരെയാണ് കുറേ പൈസ വാങ്ങി ഈ പോയ ആൾക്കാരെ വീണ്ടും പ്രശ്നങ്ങളെത്തി ചാടിക്കണ ആൾക്കാരാണ് നമ്മൾ കുറ്റം പറയുന്നത്. പിന്നെ കുറ്റം പറയല്ല കേട്ടോ, ഉള്ള സത്യമാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പോയി ചാടി കഴിഞ്ഞാൽ ചിലരോട് പിന്നെ എത്ര പറഞ്ഞാലും കാര്യമില്ല. ഇങ്ങനെ പോയി കഴിഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവരോട് പറഞ്ഞാൽ ഇജ്ജ് എൻ്റെ പണിയൊക്കെ ഇജ്ജ് പറഞ്ഞിരിക്കൊന്നുമില്ല എന്നൊക്കെ പറയൂലേ. ഇജിൻ്റെ മറ്റേ ആൾക്ക് അങ്ങനെ പറഞ്ഞപ്പോൾ ഓലെടുത്തേക്കാണ് പോയിട്ടാ ശരിയായെന്നൊക്കെയാണ് പറയും. അപ്പോൾ ഓലോട് പിന്നെ പറഞ്ഞിട്ട് എത്ര പറഞ്ഞാലും ഓല് പിന്നെ നന്നാവില്ല. ഞാൻ പറയുന്നത് ഇങ്ങനെ പുതിയതായിട്ടുള്ള ആളുകൾ ഇങ്ങനെ ഇതിൻ്റെ വീഡിയോ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോയി നമ്മൾ വീണ്ടും പെടരുത്. നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു മോട്ടിവേഷൻ ആയിട്ട് ചില തങ്ങന്മാരുടെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. നമുക്ക് ഇങ്ങനെ വിക്രുകൾ കാര്യങ്ങളൊക്കെ പതിവാക്കി കഴിഞ്ഞാൽ ഒന്ന് നല്ല രീതിയിലൊക്കെ ആവും എന്നൊക്കെ പറയും. ഓലയില്ല ഞാൻ കുറ്റം പറയുന്നത്. അപ്പോൾ കാര്യങ്ങൾ ഞാൻ പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടെന്നാവും, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ പോയി പെടരുത്. നമുക്ക് സീറോ ചെയ്തതെന്ന് ഒരാൾ കൂടോത്രം ചെയ്തതെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ എന്ത് ചെറിയ സംഭവങ്ങൾ സംഭവിച്ചാലും നമ്മൾ അതിനായിട്ട് ബന്ധപ്പെടുത്തും. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് അങ്ങനെ തോന്നുകയാണ്. അല്ലാതെ ഇതിപ്പോൾ ഓല് ചെയ്തുകൊണ്ട് നമ്മൾ പെടുന്നല്ല, ചെയ്തുകൊണ്ട് അതിൽ അകപ്പെടുന്നല്ല. അങ്ങനെ സീറ് ചെയ്ത് രച്ചാണ്ട് ഇപ്പോൾ ഒരാൾക്ക് സീറ് ചെയ്ത് രച്ചാണ്ട് അയാൾ
നശിക്കൊന്നുമില്ല. അയാളും കൂടി വിചാരിക്കണം അയാൾ നശിക്കണമെങ്കിൽ. അല്ലാതെ മറ്റേ ആൾ സീറ് ചെയ്തുകൊണ്ട് ഈ കോഴിമുട്ട കോഴിത്താലൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ തോന്നുകയാണെങ്കിൽ പിന്നെ എല്ലാം നമ്മളെ ബന്ധപ്പെടുത്തുകയാണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് ഡൗൺ ആവും. അങ്ങനെയാണ് ഈ സീറ് ചെയ്തതിലും കാര്യങ്ങളിലൊക്കെ നമ്മൾ പോയി പെടണേ. അപ്പോൾ ഇനി കുറേ പറഞ്ഞാൽ വീഡിയോ നീട്ടണില്ല. അപ്പം കാര്യങ്ങൾ പറഞ്ഞൊക്കെ മനസ്സിലാവണവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, അല്ലാത്തവർക്ക് പിന്നെ ഇനി എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ ഞാനും ഷെയർ ചെയ്യും. അപ്പം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഈ കാര്യത്തിൽ. സീറ് ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ലൈക്കൊക്കെ ഒന്ന് ചെയ്താണ്ടിട്ടോ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരും. അസ്സലാമു.